ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് മൂങ്ങയുടെ കിരീടധാരണം. കാക്കകളും മൂങ്ങകളും തമ്മിലുള്ള ശത്രുത വളരെ പഴയതാണ്. എന്നാൽ എത്ര പഴക്കമുണ്ടെന്നും എന്തുകൊണ്ടാണെന്നും കുറച്ച് പേർ ചിന്തിച്ചു. ബുദ്ധമത പാരമ്പര്യത്തിൽ മേൽപ്പറഞ്ഞ രണ്ട് ശത്രുക്കളുടെ ശത്രുതയുടെ ഒരു കഥ പ്രബലമാണ്. ഇവിടെ അതേ കഥ വീണ്ടും വിവരിക്കപ്പെടുന്നു. ജ്ഞാനോദയം നേടിയ ശേഷം ബുദ്ധൻ ശ്രാവസ്തിയിലെ ജോതവനിൽ വസിച്ചിരുന്നപ്പോൾ മൂങ്ങകൾ നിരവധി കാക്കകളെ കൊന്ന വിവരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ അറിയിച്ചു. ബുദ്ധൻ ഈ കഥ വിവരിച്ചു. സൃഷ്ടിയുടെ ആദ്യ സൃഷ്ടി ചക്രം കഴിഞ്ഞയുടനെ മനുഷ്യർ സർവശക്തനായ ഒരു മനുഷ്യനെ തങ്ങളുടെ ഭരണാധികാരിയാക്കി. മൃഗങ്ങൾ സിംഹത്തെ കൊന്നു. ആ മത്സ്യം ആനന്ദ് എന്ന വലിയ മത്സ്യത്തെ പിടിച്ചു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പക്ഷികളും യോഗം ചേർന്ന് വൻ വോട്ടോടെ മൂങ്ങയെ രാജാവാക്കാൻ നിർദ്ദേശിച്ചു. പട്ടാഭിഷേകത്തിന് തൊട്ടു മുമ്പ് മൂങ്ങയാണ് തങ്ങളുടെ രാജാവെന്ന് പക്ഷികൾ 2 തവണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മെത്രാഭിഷേകത്തിന് തൊട്ടു മുമ്പ് 3-ാം തവണ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ കാക്കകൾ തങ്ങളുടെ പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധിക്കുകയും എന്തിനാണ് അത്തരമൊരു പക്ഷിയെ രാജാവാക്കിയതെന്ന് പറയുകയും ചെയ്തു. കാക്കയുടെ ഈ പ്രതിഷേധം സഹിക്കാൻ വയ്യാതെ മൂങ്ങ അവനെ കൊല്ലാൻ പാഞ്ഞു കയറി പിന്നാലെ ഓടാൻ തുടങ്ങി. അപ്പോൾ പക്ഷികളും ചിന്തിച്ചു, മൂങ്ങയ്ക്ക് കോപം നിയന്ത്രിക്കാൻ കഴിയാതെ രാജാവാകാൻ യോഗ്യനല്ലെന്ന്. അതുകൊണ്ട് അവൻ ഹംസത്തെ രാജാവാക്കി. എന്നാൽ മൂങ്ങയും കാക്കയും തമ്മിലുള്ള ശത്രുത അന്നു മുതൽ ഇന്ന് വരെ തുടരുന്നു.